തൊഴിൽ. ഇത് പറയുന്നത് ചെയ്യുക, ചെയ്യാൻ കഴിയുന്നത് പറയുക എന്ന നമ്മുടെ നാടിന്റെ സമാനതകളില്ലാത്ത വികസനത്തിന്റെയും കരുതലിന്റെയും ജനനായകനിതാ കടന്നു വരികയാണ്. ഇവിടെ ഉറപ്പാണ് തൊഴിൽ, ഉറപ്പാണ് പത്തനംതിട്ട. മൈഗ്രേഷൻ കോൺക്ലേവിലൂടെ വിജ്ഞാന പത്തനംതിട്ടയിൽ നിന്നും വികസന പത്തനംതിട്ടയിലേക്ക് മുന്നേറുവാൻ നിങ്ങളുടെ ഓരോ വോട്ടുകളും നൽകി വിജയിപ്പിച്ചു. ഇതാ കടന്നു വരികയാണ് ഈ നാടിന്റെ വിജ്ഞാന കടന്നു വരുന്നു. ഡോക്ടർ തോമസ് ഐസക് സൂര്യത്തോടിന്റെ മണ്ണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാവർക്കും പുഷ്പങ്ങൾ നൽകി, പൂക്കൾ നൽകി, പുസ്തകങ്ങൾ നൽകി അദ്ദേഹത്തെ സ്വീകരിക്കാവുന്നതാണ്. തിരക്ക് കൂട്ടരുത്, എല്ലാവർക്കും സ്വീകരിക്കാവുന്നതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഡോക്ടർ തോമസ് ഐസക് തീരുമാനിച്ച ദിവസം മുതൽ തന്നെ അത്ഭുതപൂർവമായ പിന്തുണയാണ് സഹാവിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നാടൊന്നാകെ ഡോക്ടർ തോമസ് ഐസക്കിനെ ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഏകദേശം 3 മണിക്കൂറോളം വൈകിയാണ് എത്തിയിട്ടുള്ളത്. എന്നിട്ടും കാത്തു നിൽക്കുന്ന ഈ നാട് നൽകുന്ന ഈ സ്നേഹം, ഈ പിന്തുണ ഒരു ദിവസം കൊണ്ട് ഡോക്ടർ തോമസ് ഐസക്കിന് ലഭിച്ചതല്ല. കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി, ആ അരനൂറ്റാണ്ട് കാലം കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ തെളിമയാർന്നു നിന്ന് പ്രവർത്തിച്ചതിന് നാട് നൽകുന്ന അംഗീകാരമാണ് ഈ ജനക്കൂട്ടം. എല്ലാ സ്ഥലങ്ങളിലും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നാട് ഒഴുകിയെത്തുകയാണ് അദ്ദേഹത്തിന് പിന്തുണ നൽകുവാൻ. വിജയം ഉറപ്പാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന പര്യടനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കുടുംബശ്രീ എന്ന മഹാപ്രസ്ഥാനത്ത് നമ്മുടെ നാടിന് സംഭാവന ചെയ്ത ഡോക്ടർ തോമസ് ഐസക്കാണ്. UDF-കാർ മലപ്പൊടിക്കാരന്റെ സ്വപ്നമെന്ന് വിളിച്ച കിഫ്ബി പദ്ധതിയിലൂടെയാണ് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച വികസനം കേരളത്തിൽ നടന്നത്. നമ്മുടെ മുമ്പിലൂടെ പോകുന്ന വടശ്ശേരിക്കര, ചിറ്റാർ, സീതത്തോട്, ആങ്ങമഴി റോഡ് കിഫ്ബി പദ്ധതിയിൽ നിന്നും 35 കോടി രൂപ മുടക്കിയാണ് നവീകരിച്ചിട്ടുള്ളത്.
നമ്മുടെ ജനകീയ ആസൂത്രണ പദ്ധതി നടപ്പിലാക്കിയത് ഡോക്ടർ തോമസ് ഐസക്കാണ്. സാധാരണക്കാരന്റെ പെൻഷൻ, നാമമാത്രമായിരുന്ന പെൻഷൻ 1600 രൂപയാക്കി വർദ്ധിപ്പിച്ച ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് ഡോക്ടർ തോമസ് ഐസക്ക. ലോകമാരാധിക്കുന്ന ലോകത്തെ പ്രഗത്ഭനായ സാമ്പത്തിക വിദഗ്ധരാണ് ഡോക്ടർ തോമസ് ഐസക്ക. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം മലയോര നാട് ഒരേ മനസ്സിലൂടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതിനു കാരണം ഈ മലയോര നാടിന് അദ്ദേഹത്തെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 15 വർഷക്കാലം MP ആയിരുന്ന ആന്റണി മലയോര മേഖലയിലെ ജനങ്ങളുടെ പട്ടയം സംബന്ധിച്ച് ഒരക്ഷരം ഇന്ത്യൻ പാർലമെന്റിൽ ഉരിയാടിയില്ല. ഒരക്ഷരം. മലയോര മേഖലയിലെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ നിരവധിയുണ്ട്. അതൊന്നും ഇന്ത്യൻ പാർലമെന്റിൽ ഉന്നയിക്കപ്പെട്ടിട്ടില്ല. അവിടേക്കാണ് ഡോക്ടർ തോമസ് ഐസക്ക കടന്നു വരുന്നത്. നമ്മുടെ ജീവൽ പ്രശ്നങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ ഉന്നയിക്കാൻ കരുത്തുള്ള, ശേഷിയുള്ള ഒരു സ്ഥാനാർത്ഥിയെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ അവതരിപ്പിക്കുന്നത്. 15 വർഷം നഷ്ടപ്പെടുത്തിയ, വികസനം തടസ്സപ്പെടുത്തിയ MP-യിൽ നിന്നും ഒരു മാറ്റം ഈ നാട് ആഗ്രഹിക്കുന്നു എന്നതിന്റെ തെളിവാണ്, ഉദാഹരണങ്ങളാണ്. എല്ലാ സ്വീകരണ പോയിന്റിലും ഓടിയെത്തുന്ന നൂറുകണക്കിന് ആളുകളുടെ ഈ പിന്തുണ. നിങ്ങളുടെ പിന്തുണയിൽ കൂടുതൽ ആവേശത്തോടെയാണ് നമ്മുടെ സ്ഥാനാർത്ഥിയും പ്രസ്ഥാനവും മുമ്പോട്ട് പോകുന്നത്. തുടർന്നും എല്ലാ ദിവസവും നിങ്ങളുടെ വലിയ പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ഉണ്ടാവണം. നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വിജയിപ്പിക്കാൻ ഒരേ മനസ്സോടെ നിങ്ങൾ ഉണ്ടാവണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ശ്രീവത്തോടിന്റെ മണ്ണിലൊരുക്കിയ സ്നേഹോഷ്മളമായ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സ്ഥാനാർത്ഥി, ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ശക്തനായ നേതാവ്, CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, കേരളത്തിലെ ജനങ്ങളുടെ പ്രിയങ്കരനായിട്ടുള്ള നേതാവ്, മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാര്, ഇടഞ്ഞോട് തുള്ളിക്കൊണ്ടിരുന്നത് നിങ്ങളുടെ അംഗബാഹുല്യം കാണുമ്പോൾ സംസാരിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ സംസാരിച്ചാൽ ഇനി ഞങ്ങൾ സമയം വളരെ വൈകി. അതുകൊണ്ട് അങ്ങനെ സംസാരത്തിന് മുതിരുന്നില്ല. 2 കാര്യങ്ങൾ മാത്രം പറയാം. ഞാൻ പാർലമെന്റിലേക്ക് മത്സരിക്കുന്നത് മോഡിയെ അധികാരത്തിൽ നിന്ന് മാറ്റുക, അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറ്, ആ കാഴ്ചപ്പാടോടുകൂടിയാണ്. കാരണം മോഡി ഭരണം സർവനാശത്തിലേക്ക് ഈ രാഷ്ട്രത്തെ കൊണ്ടുപോവുകയാണ്. എന്നെ അറുതി വരുത്തണം. അതിനു വേണ്ടിയിട്ട് ഒരു ബദൽ സർക്കാർ, മതനിരപേക്ഷ സർക്കാർ ഡൽഹിയിൽ രൂപം കൊള്ളുന്നതിനെ സർവാത്മന പിന്തുണയും. പക്ഷേ ആ സർക്കാരിൽ തിരുത്തൽ ശക്തിയായിട്ടായിരിക്കും ഇടതുപക്ഷം പ്രവർത്തിക്കാം. പോയപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അയലത്തുകാരുടെ ഫോൺ ചെയ്താൽ മതിയേ. ഫോൺ ചെയ്യണം. വീട്ടിന് പുറത്ത് ദൂരെ പോയിട്ടുള്ളവർക്ക് വോട്ടിന് വരണമെന്ന് ഫോൺ ചെയ്ത് അറിയിക്കണം. അത്തരത്തില് വർദ്ധിച്ച ഭൂരിപക്ഷത്തോടുകൂടി എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് നന്ദി.